കമ്മ്യൂണിറ്റി കിച്ചൺ പദ്ധതി നടപ്പാക്കരുതെന്ന് ആവശ്യപ്പെട്ട് സ്കൂൾ പാചക തൊഴിലാളികൾ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് രോഷാഗ്നി മാർച്ച് നടത്തി. നേരത്തെ പ്രഖ്യാപിച്ച ജോലി സ്ഥിരപ്പെടുത്തൽ, വേതന വർധനവ് ഉടൻ നടപ്പാക്കണം, വേതന കുടിശ്ശിക തുക അനുവദിക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച തൊഴിലാളികൾ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു. സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ കമ്മ്യൂണിറ്റി കിച്ചൺ അഥവാ സാമൂഹ്യ അടുക്കള നടപ്പാക്കുന്നതിലൂടെ ഉപജീവന മാർഗം നഷ്ടപ്പെടുമെന്ന ആശങ്കയിലാണ് സ്കൂൾ പാചക തൊഴിലാളികൾ. 2017 സർക്കാർ പ്രഖ്യാപിച്ച 100 രൂപയുടെ വേതന വർധനവ് ഇതുവരെ നടപ്പായിട്ടില്ല. അതിനിടയിലാണ് വെല്ലുവിളിയായി കമ്മ്യൂണിറ്റി കിച്ചൺ പ്രഖ്യാപനവും. 2016 ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ശമ്പള വർധനവുണ്ട്, 100 രൂപ വീതം കൂടെ കൂട്ടിയിട്ടുണ്ടെന്ന്. അതേപക്ഷം ഇതുവരെയായിട്ടും ആ ശമ്പള വർധനവ് ഞങ്ങൾക്ക് തന്നിട്ടില്ല. വെറും 400 രൂപ മാത്രമാണ് കഴിഞ്ഞ സർക്കാർ ഇരുന്നപ്പോൾ തന്ന ശമ്പളമാണ് ഇപ്പോഴും തരുന്നത്. അതിൻ്റെ കൂടെ ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ 100 രൂപ കൂട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ശമ്പളം അങ്ങനെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നേരത്തെ പറഞ്ഞിരുന്ന വാക്കുകൾ വെറുതെയായി. കമ്മ്യൂണിറ്റി കിച്ചൺ നടപ്പായാൽ പോഷകമൂല്യമുള്ള ഉച്ചഭക്ഷണം കുട്ടികൾക്ക് ലഭിക്കില്ലെന്നും ഇവർ പറയുന്നു. ഇന്ന് ഇത്രയും തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുക, കുഞ്ഞുങ്ങളുടെ ആരോഗ്യം കളയുക, ഇത് രണ്ടുമാണ് ഇതിൽ നടക്കാൻ പോകുന്നത്. കുഞ്ഞുങ്ങളുടെ ആഹാരം അവർ 1 സ്പൂൺ ചോറ് കഴിച്ചാലും അത് അവരുടെ ദേഹത്തുണ്ടാവും. നാളെ നല്ലൊരു തലമുറയെ വാർത്തെടുക്കണമെങ്കിൽ ഈ കമ്മ്യൂണിറ്റി കിച്ചൺ പദ്ധതി ഉപേക്ഷിക്കുക. ഈ പാവപ്പെട്ട സ്ത്രീ തൊഴിലാളികൾക്ക് തന്നെ ഇത് വീണ്ടും കൊടുക്കുക. ക്ലിഫ് ഹൗസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. തുടർന്ന് ബാരിക്കേഡുകൾക്ക് മുന്നിൽ തൊഴിലാളികൾ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.